എത്ര കാലമായി തുടങ്ങി? ഒരു കൊല്ലം. നീ എനിക്ക് പരിശോധിക്കട്ടെ. ഒന്ന് വേവാകട്ടെ. പുറത്ത് വേറെ ഇന്റർവ്യൂകൾ കാത്തിരിക്കുന്നു. ദിവസവും 4 മണിക്കൂർ ഈ മരുന്ന് ഇടവിട്ട് ഉരുവിട്ടോണ്ടിരിക്കുക. ഓ അല്ല, കഴിച്ചോണ്ടിരിക്കുക. എന്താ മിനി ഇവിടെ? വരൂ, ഞാനൊരു കാര്യം പറയട്ടെ. ഓക്കെ, യു ക്യാരി ഓൺ. മീറ്റ് മി കനു, എന്റെ കൂട്ടുകാരിയാണ്. ഹി ഈസ് മൈ ബോയ്ഫ്രണ്ട്. ഹലോ. ഹായ്. ആ, രാജേട്ടന് ഒരു സഹായം ചെയ്യണം. വെൽക്കം. എന്ത് വേണം പറഞ്ഞാട്ടെ. ജൂഡോ പഠിക്കണോ, കരാട്ടെ പഠിക്കണോ? അല്ലല്ല, ഒരാളെ പിടിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുതരണം. അത്രേ ഉള്ളൂ. ഏതെങ്കിലും ഒരാളെ പിടിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവരണം. ഓക്കെ, ഡൺ. അയ്യോ, ഏതെങ്കിലും ഒരാളെ അല്ല. പിന്നെ ആ രവി അറിയില്ലേ? ഏത് രവി? അവന്റെ കോളേജിൽ പഠിക്കുന്ന രവി. ഓ, ആ അരപ്പോക്കരി. അവൻ നിങ്ങൾ വല്ലതും ഉപദ്രവിച്ചു? എങ്കിൽ പിന്നെ എന്തിനാ കൊണ്ടുവന്നിരുന്നത്? കാണുന്നിടത്ത് വെച്ച് കയ്യും കാലും തെല്ലിടിച്ച് കളയാൻ പോരെ? അയ്യോ, അതൊന്നും വേണ്ട. അയാൾ അനുവിന്റെ ലവറാണ്. ഓ, ചേട്ടൻ ഇപ്പൊ അയാളെ പിടിച്ചു കൊടുക്കണം. ഓക്കെ ഓക്കെ. എവിടെ എത്തിക്കണം? എവിടെ എത്തിക്കണം മിനി? ലവ് ചെയ്യാനില്ലേ? അതിന് പറ്റിയ സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ആ മിനി, നമ്മൾ ഡെയിലി മീറ്റ് ചെയ്ത് സംസാരിക്കാറില്ലേ? കറക്റ്റ്. ഡാൻസ് സെറ്റിൽ ആ റിവർ സൈഡ് കൊണ്ടുവന്നാൽ മതി. വൈകിട്ട് അല്ലേ അനു? ഞങ്ങൾ അവിടെ കാത്തിരിക്കാം. ഹലോ മിസ്റ്റർ. ഹലോ, കരയിലേക്ക് കയറി വരണം. ഞാൻ കുളിക്കുകയാണ്. എന്താ കാര്യം എന്ന് പറയണം. അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ലെറ്റ്സ് ഗോ. എവിടെയാണ്? എന്താ കാര്യം? നിങ്ങളുടെ ലവർ നിങ്ങളൊരിടത്ത് കാത്തിരിക്കുന്നു. എന്റെ ലവറോ? ആ, എനിക്ക് ലവറില്ലല്ലോ. നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും. നിങ്ങളല്ലേ രവി, പാച്ചുവിന്റെ മകൻ? അതെ, ഞാൻ തന്നെ. ആ, എന്നാ നിങ്ങളെ തന്നെ ആ പെണ്ണ് കാത്തിരിക്കുന്നു. കമോൺ, ലെറ്റ്സ് ഗോ. ചുമ്മാ ബോറടിക്കാതെ പോണം മിസ്റ്റർ.
Come, let's go. That's a good punch. Yes, എന്താ എന്താ ഇത് എന്ത് പറ്റി എന്ത് പറ്റി ഹേയ്, ഒന്നും സംഭവിച്ചില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്നത് വരാൻ പറഞ്ഞിട്ട് അനുസരിച്ചില്ല. ഒരു ചെറിയ മർമ്മപ്രയോഗം നടത്തേണ്ടി വരും, അത്രേ ഉള്ളൂ. Right corner. ഇനി അല്പം വെള്ളമെടുത്ത് മുഖത്ത് തെളിച്ചോ. എഴുന്നേറ്റില്ല. കമോൺ മിനി, ലെറ്റ്സ് ഗോ. അയ്യോ മിനി അവിടെ നിൽക്കട്ടെ, എനിക്ക് പേടിയാവുന്നു. പേടിക്കാനൊന്നുമില്ല വെച്ച് ഞങ്ങൾ കാറിലിരിക്കാം. എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ ഉറക്കെ വിളിച്ചാൽ മതി, ഞങ്ങൾ ഓടിയെത്താം. ഓക്കെ? അനു വിളിക്കണേ. ഓ, ഇതെല്ലാം നിന്റെ പരിപാടിയായിരുന്നു അല്ലേ? രവിയോടൊന്ന് തുറന്ന് സംസാരിക്കാൻ എനിക്കൊരു ചാൻസ് തരാതിരുന്നുകൊണ്ടാ. അതിന് ആമയെ പിടിച്ചിട്ടുണ്ടായിരുന്ന പോലെ കൊച്ചിനെ പിടിച്ചിട്ടായിരുന്നു. കുളത്തുനിന്ന് പിടിച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞില്ല, കൂട്ടിക്കൊണ്ട് വരാനേ പറഞ്ഞുള്ളൂ. ദേഷ്യപ്പെടരുത്, ഞാൻ ചെയ്തൊക്കെ തെറ്റാണ്. പ്ലീസ് പ്ലീസ് എക്സ്ക്യൂസ് മീ. രവി പറഞ്ഞതുപോലെ സ്നേഹം, ദയ, സഹാനുഭൂതി എല്ലാം എനിക്ക് വന്നു കഴിഞ്ഞു. അത് ഞാൻ എന്ത് വേണം? പ്ലീസ് ലവ് മീ. ഐ ലവ് യു. ഐ ഹേറ്റ് യു. രവി, ഐ ലവ് യു. I love you. I love you. I love you. Oh, Ravi, I love you with all my heart. പ്രകാശമായി നിറയൂ. I love you. I love you. Oh, lovely. What a fun experience. Darling, I love you. Oh, sweet. അനു, I love you. മോളെ അനു, നീ എന്താ പിച്ചുമ്പേയും പറയുന്നത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലേ? ഓ ദൈവമേ, തല തീ പോലെ പൊള്ളുന്നുണ്ടല്ലോ. എടാ സർക്കിളെ, ജാനകി, ശിവദാസ. അയ്യോ അച്ഛ, എന്തിനാ അവരെ വിളിക്കുന്നത്? മോളെ നീ അവിടെ അടങ്ങി കിടക്ക. ശിവദാസ, നീ ഒന്നിങ്ങ് ഓടി വാടാ. അച്ഛൻ എന്നെ വിളിച്ചോ? സർക്കിളേട്ടൻ സിനിമയ്ക്ക് പോയി. മോനെ അനുവിന് എന്തോ അസുഖം, വിറയ്ക്കുന്നു, പിച്ചുമ്പേയും അയ്യോ, പറയും. അച്ഛാ. അവിടെ കിടക്കടി. മോനൊന്ന് പരിശോധിക്കും. എന്താണ് അസുഖം? എടാ അത് പരിശോധിച്ചാലല്ലേ അറിയാവൂ. അച്ഛ, എനിക്ക് അവിടെ കിടക്കാൻ. അസുഖമൊന്നും ഇല്ലെന്നേ. എടാ എടാ നിന്നെ എനിക്കല്ലേ അറിയാവോ. നീ പരിശോധിച്ചാൽ ഇല്ലാത്ത സുഖം ഉണ്ടാവും. ഞാൻ ചീഫ് ഡോക്ടറെ വിളിക്കാം. അവിടെ കിടക്കാൻ. നീ ഒന്ന് അനങ്ങാതെ പിടിച്ചോ. അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ചെയ്യും മോനെ. അച്ഛ, ഡോക്ടർ വേണ്ട. എനിക്കൊരു അസുഖമില്ല. പിന്നെ ഞാൻ ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? ചേട്ടൻ സ്വപ്നം കാണാറില്ലേ? സുശീലേ? ഏയ് പേടിക്കണ്ട, സത്യം പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഉവ്വ്. എങ്കിൽ ഞാനൊരു സ്വപ്നം കണ്ടു. സുശീലേ? ആ, അല്ല, പിന്നെ അവളുടെ ബ്രദറിനെ. എന്ത്? We are in love. ഇതും കൂടി അച്ഛൻ അറിഞ്ഞാൽ? എന്താണ്? അച്ഛൻ അറിഞ്ഞാൽ എന്താ, കൊന്നുകളയുവോ? അയ്യോ, എനിക്ക് പേടിയാവും.